തോന്നുന്നത് വേഗത? നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇപ്പോൾ നോക്ക്, ഒരു പണിക്കാരും ഇവിടെ ഇല്ല. പക്ഷേ ഓരോ വീടിനും ഓരോ കംപ്ലൈൻ്റ് ആണ്. ഇതിപ്പോൾ എൻ്റെ വീടാണ്, എൻ്റെ വീടിൻ്റെ അവസ്ഥയാണ്. ഇതാ വെള്ളിച്ച ഇത്ര അധികം വിണ്ടിട്ട് ഞാൻ ഇപ്പം തന്നെ ഇങ്ങനെ, ഇനി ഞങ്ങൾ താമസം തുടങ്ങിയാൽ ഇനി എന്താവുന്ന ഒരു സ്ഥിതി. ആർക്ക് ഞങ്ങളിത് ഈ പരാതി കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. എന്നിട്ട് മേലെ അവരിപ്പോൾ ഒന്ന് കുറച്ച് തുറന്നിട്ട് അതിൽ എന്തോ ഡൗട്ടൊക്കെ വെച്ചിട്ട് റെഡിയാക്കാൻ നോക്കിയിരിക്കണം അവർ. പക്ഷെ ഇതുവരെ നിന്നിട്ടില്ല. ആ ലീക്ക് ഇപ്പോഴും അത് കാണുന്നുണ്ട്. ഇത് ഫേസ് 7 ഫസ്റ്റത്തെ 8ാമത്തെ വീടാണിത്. ഇത് ഒരു പണി ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. കുറച്ച് പണിയുണ്ട്. വാതിൽ ഡോറൊക്കെ പൊളിഞ്ഞിക്കണ്. അപ്പോൾ അത് കംപ്ലൈൻറ്റ് ഞാൻ കൊടുക്കുന്ന എഞ്ചിനീയർക്ക് പറഞ്ഞപ്പോൾ എഞ്ചിനീയർ ഇപ്പോൾ രാവിലെ വന്നിട്ട് വാതിൽ പൂട്ടിയിട്ട് എഞ്ചിനീയർ പോയി. ഇനി ഞങ്ങളിത് ആർക്ക് ഞങ്ങൾ പരാതി കൊടുക്കും എന്നുള്ള ഒരു വിഷമത്തിലാണ്. ഇപ്പം താക്കോല് നിങ്ങളുടെ കയ്യിലില്ലേ? താക്കോല് തന്നിട്ടില്ല, പട്ടയം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ ഫേസ് 1 7 8ാമത്തെ വീടാണ്. ഇവിടെ ഈ ഭാഗത്ത് ഒരു വർക്ക് ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പം എന്താ ഒരു സാഹചര്യം? ഇപ്പം ഇന്നിപ്പോൾ സഹായധനമായിട്ട് കിട്ടുന്ന 9,000 രൂപ കിട്ടിയിട്ടില്ല എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലേ? 9,000 ഞങ്ങൾക്ക് കിട്ടില്ല. പിന്നെ ബാങ്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ബാങ്ക് ലോൺ ഞങ്ങൾക്ക് തള്ളണില്ല. പിന്നെ വാടക തന്നിക്കണ്. പക്ഷെ 9,000 കിട്ടില്ല. വിഷുവൊക്കെ ആകെ ഞങ്ങൾ ഭയങ്കര ഒരു അബദ്ധത്തിലാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞു കൂടിയത്. പിന്നെ 1 ലക്ഷം റുപ്യ ഫർണിച്ചർ മേടിക്കാമെന്ന്. ഫർണിച്ചറൊന്നും വേണ്ട, വീട് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ചെയ്ത് കിട്ടിയാൽ തന്നെ വലിയ ഉപകാരം. മഴ കൊള്ളാതെ ഞങ്ങൾക്ക് ഇരിക്കാമല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ എങ്ങനെ വന്ന് ഇവിടെ താമസിക്കും? ഇപ്പോൾ ഫസ്റ്റ് തന്നെ എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്താ ഈ സ്ഥിതി? മഴക്കാലത്തേക്ക് നിങ്ങൾക്ക് 178 പേർക്കെങ്കിലും കയറാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ? എന്താ നോക്കുന്നത്? അത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയധികം പണികൾ കിടക്കുകയാണ്, പണിക്കാരും ഇല്ല. ഈ 178 വീടുകൾ മാത്രമല്ല, 375 വീടുകളും മഴയ്ക്ക് മുൻപ് തീർക്കുമെന്നാണ് സർക്കാർ വാഗ്ദാനം ചെയ്തത്. മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പറഞ്ഞത്, കെ രാജൻ പറഞ്ഞത്. പക്ഷേ ആ പ്രഖ്യാപനങ്ങളൊക്കെ വെറുതെയാവുകയാണ്. ഈ ആദ്യം കൊടുത്ത കൈമാറി എന്ന് പറയുന്ന 178 വീടുകൾ പോലും മഴയ്ക്ക് മുൻപ് തീർക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം, അനിശ്ചിതത്വം നിൽക്കുകയാണ്. സ്വാഭാവികമായും ദുരന്തബാധിതർക്ക് വലിയ ആശങ്കയുണ്ട്. അവർ ആ ആശങ്കയാണ് ഇപ്പോഴും പ്രകടിപ്പിക്കുകയും ചെയ്തു. ടൗൺഷിപ്പിനായി 299 കോടി രൂപ മാറ്റിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ 299 കോടി രൂപ എങ്ങനെയാണ് അത്രയും പണമാകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നതാണ്. അഴിമതി, കൊള്ള അന്ന് തന്നെ പ്രകടമായിരുന്നു. ഇന്നിപ്പോ അതും പോരാഞ്ഞിട്ട് നിർമ്മാണം പൂർത്തിയാകാത്ത വീടുകൾ തകർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നിർമ്മാണം പൂർത്തിയാകാത്ത വീടുകൾ തകർന്നു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. നിർമ്മാണം കഴിഞ്ഞ് 5-6 വർഷം താമസിച്ചതിന് ശേഷമല്ല വിള്ളൽ വീണിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞാല് കെട്ടിപ്പൊക്കി വന്ന് ഓരോ പ്രവർത്തികൾ ഇങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും ഒരു തലക്ക് നിന്ന് പൊളിഞ്ഞു പോവുകയാണ്. ഞാൻ അന്നേ വിജയനോട് പറഞ്ഞതാ, വിജയ ഓടണ്ട, എത്തൂല വിജയ, എത്തൂല, മുസ്ലിം ലീഗിന്റെ കൂടെ എത്തൂല എന്നുള്ളത് അന്നേ ഞാൻ പറഞ്ഞതാ. ഇതില് ലീഗിന്റെ ടൗൺഷിപ്പും ഇതും കമ്പയർ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. കാരണം ലീഗ് 105 വീടുകൾ പ്രഖ്യാപിച്ച് ലീഗ് സ്വന്തമായി ഭൂമി കണ്ടെത്തി പണി തുടങ്ങി പൂർത്തീകരിച്ച് 1ാം ഘട്ടം പൂർത്തീകരിച്ച് 2ാം ഘട്ടം അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇവിടെ 800 കോടി രൂപയാണ് കേരളത്തിലെ പൊതുസമൂഹം സമാഹരിച്ച് നൽകിയത്. സർക്കാർ സംവിധാനങ്ങൾ, സിസ്റ്റം, അധികാരം, എവ്രിതിങ് തടസ്സമാകേണ്ടിയിരുന്ന പണം പോലും കുമിഞ്ഞുകൂടി പണം കിടക്കുക CMDRF അല്ലേ? ഇങ്ങനത്തെ 3 ടൗൺഷിപ്പ് ഉണ്ടാക്കാനുള്ള പണം അവിടെ ഉണ്ടായിട്ടും 3 അല്ല കേട്ടോ, കറക്റ്റ് കണക്കാണെങ്കിൽ 5 ടൗൺഷിപ്പ് ഉണ്ടാക്കാം. 5 ടൗൺഷിപ്പ്. ഇത് പിണറായി വിജയൻ കണക്ക് പറഞ്ഞത് പ്രകാരമുള്ള കണക്ക് പ്രകാരമാണെങ്കിൽ 3 ടൗൺഷിപ്പ് ഉണ്ടാക്കാനുള്ള പണം ഉണ്ടായിട്ടും വളരെ ലാഘവത്തോടു കൂടി, ഒരാത്മാർത്ഥതയും ഇല്ലാതെ, ആത്മാർത്ഥത മാത്രമല്ല ഇല്ലാത്തത്, ഒരു ക്വാളിറ്റിയും ഇല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം മുഴുവനായിട്ടും വളരെ കൃത്യമായ അഴിമതിയുടെ പര്യായമായി ടൗൺഷിപ്പ് മാറുന്നു എന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഴിമതി, മുക്കലും നക്കലും തൂറലും ഇത് മാത്രമാണ്. ഈ 3 കാര്യത്തോട് മാത്രമാണ് കമ്മിറ്റ്മെന്റ് ഉള്ളത്. മുക്കുക, നക്കുക, തൂറുക, 3നോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്. കാരണം ഇടക്കിടക്ക് തൂറിയാലേ അടുത്തത് നക്കാൻ പറ്റുള്ളൂ. അടുത്തത് നക്കണമെങ്കിൽ അടുത്തത് മുക്കണം. അപ്പോ ഇതൊരു ചെയിന് പോലെയാ. മുക്കുക, നക്കുക, തൂറുക, മുക്കുക, നക്കുക, തൂറുക. സൈക്കിള് കണ്ടിട്ടില്ലേ നിങ്ങള്? അതുപോലെ. അപ്പോ
ആ കാര്യത്തിൽ നല്ല ആത്മാർത്ഥതയുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ ദുരന്തബാധിതർ എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെയായവരാണ്. ഒരു രാത്രി കൊണ്ട് ഒരു പേമാരിയിൽ കുത്തൊലിച്ച് തീർന്നതാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരു രാത്രി കൊണ്ട് കുടുംബത്തിലെ പലരെയും നഷ്ടപ്പെട്ടവരാണ്. ഒരു രാത്രി കൊണ്ട് ഒരായുസിന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടവരാണ്. ഒരു രാത്രി കൊണ്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെയായവരാ. ആ ജനങ്ങളോട് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെയല്ല. ചില ആളുകൾ ഞങ്ങൾക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീട് വേണ്ട, ഞങ്ങൾക്ക് ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീട് മതി എന്ന് പറഞ്ഞു പോയതിന് കാരണം എന്താ? ഇത് തന്നെയാ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കയറി താമസിച്ച് 10 വർഷം കഴിഞ്ഞിട്ട് വിള്ളൽ വീണതാണെങ്കിൽ ഓക്കെ എന്നെങ്കിലും നമുക്ക് വിചാരിക്കാമായിരുന്നു, അങ്ങനെ കരുതാമായിരുന്നു. ഇതിപ്പോ അതല്ലല്ലോ. വീട് പണി തീർന്നിട്ടില്ലടോ, അപ്പോഴേക്കും ഒരു സൈഡിൽ നിന്ന് പൊട്ടിപ്പൊളിഞ്ഞു പോവുകയാണ്. ആ വീട്ടിലേക്ക് ഒരു ദുരന്തത്തെ കൺമുന്നിൽ കണ്ട് ആ ദുരന്തത്തെ അതിജീവിച്ച് വന്ന ഒരു ജനത ഈ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലേക്ക് ഇതുപോലെ മറ്റൊരു ദുരന്തം കൂടി മുന്നിൽ കണ്ടു വേണോ അതിൽ കയറിക്കിടക്കാൻ? എന്ത് സമാധാനമാണ് ഉണ്ടാവുക? എങ്ങനെ മനസ്സനുവദിക്കോ? ഒരു രാത്രി ടപ്പട്ടപ്പട്ടപ്പട്ടപ്പട്ടപ്പട്ടപ്പാന്നും പറഞ്ഞ ആ സൗണ്ട് കേട്ടിട്ട് എന്താണെന്ന് നോക്കാൻ പോലും സാധിച്ചില്ല. അപ്പോഴേക്കും തീർന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നില്ലേ ദുരന്തം? ഇപ്പോ എന്ത് സുരക്ഷയാണ് ഈ നിർമ്മാണം അവസാനിക്കുന്നതിന് മുമ്പ്? അപ്പോ ഇതിൽ എത്രമാത്രം കൊള്ള, ഇങ്ങനെ വിണ്ട് കീറിയിട്ട് ഇത്രമാത്രം മോശപ്പെട്ട ക്വാളിറ്റി ഇല്ലാത്ത ഒരു സ്റ്റാൻഡേർഡും കീപ്പ് ചെയ്യാത്ത ഒരു നിർമ്മാണമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോ ഈ നിർമ്മാണം ഊരാളുങ്കലിന്റെ അണ്ണാക്കിൽ മാത്രം തള്ളാനുണ്ടായ കാരണവും ഇവിടെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പിണറായി വിജയന്റെ ജീവിതത്തിന്റെ അവസാനമാ. ഇത് ഓരോന്നായിട്ട് ഇനി പുറത്തേക്ക് വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ കൃത്യമായിട്ട് അഴിമതി, കൊള്ള, നക്കല്, മുക്കല്, തൂറല് ഇത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലല്ലോ, അല്ലേ? അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങളൊന്ന് പറ. ഇപ്പോ ഒരു വീട് നിർമ്മിച്ച് നിർമ്മാണം പൂർത്തിയാവുന്നതിന് മുമ്പ് ഒരു പുതിയ ബിൽഡിംഗ് ആണല്ലോ ഉണ്ടാക്കിയത്. ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് നിർമ്മാണം പൂർത്തിയാവുന്നതിന് മുമ്പ് വിള്ളൽ വീണ് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ നിർമ്മാണത്തിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്? എന്നിട്ട് അത് പരാതി പറയുമ്പോൾ എഞ്ചിനീയർ വന്നിട്ട് വീട് പൂട്ടിയിട്ട് പോവുക. താക്കോല് കൊടുത്തു എന്നാണ് പറഞ്ഞത്. എവിടെ താക്കോല് കൊടുത്തു? ആർക്കാണ് താക്കോല് കൊടുത്തത്? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, താക്കോല് കൊടുത്തിട്ടില്ല, വീട് ഒരു തലയിൽ നിന്ന് പണി നിർമ്മിക്കുന്നു, മറ്റു തല പൊളിഞ്ഞു ചാടുന്നു. ഒരു തല നിർമ്മിക്കുന്നു, മറ്റേ തല തകർന്ന് വീഴുന്നു. അപ്പൊ ഈ നിർമ്മാണത്തിന്റെ ക്വാളിറ്റി ഇതൊന്നും ആർക്കും ഒരു വിഷയമല്ലേ? ഇതിനെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യേണ്ടതില്ലേ? ഇതൊന്നും നോക്കാനും ഇതിനൊന്നും മാനേജ് ചെയ്യാനും ആളുകളില്ലേ? ഇതിനെ കൺട്രോൾ ചെയ്യാൻ ആളുകളില്ലേ? എല്ലാം ഊരാളുങ്കലിന്റെ അണ്ണാക്കിലേക്ക് തള്ളുക. ഈ പറയുന്ന ജനം നൽകിയ പണം എങ്ങനെയെങ്കിലും നക്കണം എന്നുള്ളത് മാത്രമാണോ ലക്ഷ്യമെന്ന് പറയുന്നത്? ആണോ? ദുരന്തബാധിതരോട് താക്കോല് കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞത്? പിണറായി വിജയൻ എന്താ പറഞ്ഞത്? താക്കോല് കൊടുത്തു കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പുട്ടിന് തേങ്ങടും പോലെ വാർത്താ സമ്മേളനം നടത്തിയ വിജയൻ ഇപ്പൊ എന്താ ഒരു വാർത്താ സമ്മേളനം നടത്താത്തത്? അല്ലേ? തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്ന് വോട്ടിങ്ങിന്റെ അന്ന് വരെ പുട്ടിന് തേങ്ങയിടും പോലെ മാധ്യമങ്ങളെ കണ്ട വിജയൻ അത് കഴിഞ്ഞിട്ട് മാധ്യമങ്ങളെ കണ്ടിട്ടില്ല, അതിന് മുമ്പും കണ്ടിട്ടില്ല, അല്ലേ? ആ വിജയൻ ഇപ്പൊ എന്താ മാധ്യമങ്ങളെ കാണാത്തത്? ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്ന ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ വിജയൻ എന്താ പറഞ്ഞത്? വിഷുവിന് മുൻപ് താക്കോല് കൊടുത്തവർക്ക് കയറി താമസിക്കാൻ പറ്റും. വിഷുവും കഴിഞ്ഞടോ, താക്കോല് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് താക്കോല് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇപ്പൊ ബോധ്യമായത്. ഞാനിപ്പോൾ അത് മനസ്സിലാക്കുന്നത്, താക്കോല് കൊടുത്തിട്ടില്ല എന്ന്. ഇപ്പോ കാരണം താക്കോല് കൊടുത്തില്ലെങ്കിൽ എഞ്ചിനീയർ വന്ന് പൂട്ടിയിട്ട് പോകൂലല്ലോ. വീട് ഒരു ഭാഗത്തു നിന്ന് വിണ്ട് കീറി പൊളിഞ്ഞ് തകരുകയാണ്. അത് പറയുമ്പോൾ എഞ്ചിനീയർ താക്കോലിട്ട് പൂട്ടിയിട്ട് ഇനി നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണ്ട എന്നുള്ള അവസ്ഥയാണ്. ഒരുപക്ഷെ എഞ്ചിനീയർ ഇത് സദുദ്ദേശമായിരിക്കും കേട്ടോ. മേ ബി ഈ പറയുന്ന നമ്മളെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ബിൽഡിംഗ് തന്നെ തകർന്ന് വീണ്ടിട്ട്
ബൈസ്റ്റാൻഡർ മരിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അതുപോലെ ദുരിതബാധിതർക്ക് ഇനി ഇങ്ങനെ ഒരു ദുരന്തം കൂടി ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ട്, കാരണം എഞ്ചിനീയർക്ക് അറിയാലോ അതിന് ഉപയോഗിച്ച ക്വാളിറ്റി എന്താണെന്ന്. എഞ്ചിനീയറോട് പറഞ്ഞിട്ടുണ്ടാവും ക്വാളിറ്റി ഇത്രയൊക്കെ മതി, അത് പൊളിഞ്ഞു വീഴാനും കുഴപ്പമില്ല, നക്കാൻ കിട്ടണം എന്നുള്ളത് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടാവും. അതിൻ്റെ കാരണത്തിലായിരിക്കും. അപ്പോൾ എഞ്ചിനീയർ അത് പൂട്ടിയിട്ട് പോയി. എഞ്ചിനീയറെ മാത്രം കുറ്റം പറയാൻ പറ്റൂല. കാരണം എഞ്ചിനീയർ എങ്ങനെ ചെയ്യണം, എന്തായിരിക്കണം ക്വാളിറ്റി, ഇതൊക്കെ എഞ്ചിനീയറോട് പറയേണ്ട ബാധ്യത സർക്കാരിനല്ലേ. സർക്കാർ പറഞ്ഞത് എന്താ? ക്വാളിറ്റി മാക്സിമം കുറച്ചിട്ട്, ബഡ്ജറ്റ് മാക്സിമം കുറച്ചിട്ട് നക്കാൻ മാക്സിമം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് വിജയൻ പറഞ്ഞിരിക്കുന്നത്. ക്വാളിറ്റി കുഴപ്പമില്ല, അത് ഇവിടെ ഒരു വിഷയമല്ല, അതിവിടെ ഒരു മാനദണ്ഡമേ അല്ല. നക്കാൻ എത്ര കിട്ടുന്നു എന്നുള്ളതാണ് മാനദണ്ഡം. ഇതാണ് വിജയന്റെ മാനദണ്ഡം. അപ്പോൾ ഒരു ഭാഗത്ത് പണി നടക്കുന്നു, മറുഭാഗത്ത് പൊളിഞ്ഞു വീഴുന്നു. ഒരു ഭാഗത്ത് പണിയുന്നു, ഇപ്പുറം തകർന്നു വീഴുന്നു. ഇതാണ് അവസ്ഥ. ഇതാണോ ദുരന്ത ബാധിതർക്ക്? ഇതാണോ ഇതിനു വേണ്ടിയാണോ കേരളത്തിന്റെ പൊതുസമൂഹം 800 കോടി രൂപ നൽകിയത്? ഇതിനു വേണ്ടിയാണോ 800 കോടി രൂപ കേരളത്തിന്റെ പൊതുസമൂഹം നൽകിയത്? കേരളത്തിന്റെ പൊതുസമൂഹം നൽകിയത് വെച്ചിട്ടാണെങ്കിൽ ദുരന്ത ബാധിതരായിട്ടുള്ള ഇനി 1000 പേരുണ്ടെന്ന് വിചാരിക്കും. 1000 പേരുണ്ടെന്ന് വിചാരിക്കും. ഈ 1000 പേർക്കും ഒരു 2000 സ്ക്വയർ ഫീറ്റ് വെച്ച് വീട് വെച്ച് നിർമ്മിച്ചാലും ആ പണം ബാക്കി ഉണ്ടാകുമായിരുന്നു. 1000 പേർക്ക് 2000 സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട്. ഞാൻ ചോദിക്കുന്നത്, സർക്കാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 400 വീടുകൾ എന്ന് പറഞ്ഞത്? ദുരന്തബാധിതർ 1000 ആളുകൾ ഉണ്ട് എന്ന് സർക്കാർ പറയുന്നു, 400 വീടുകളാണ് ഉണ്ടായി കൊടുക്കുന്നത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാ? ഈ 1000 400 തമ്മിലുള്ള ബന്ധം എന്താ? ഈ 1000 പേർക്കും വീടുണ്ടായി കൊടുക്കുവാനുള്ള ഫണ്ട് CMDRFിലേക്ക് കേരളത്തിന്റെ പൊതുസമൂഹം നൽകിയിട്ടില്ലേ? എന്നിട്ട് എന്തേ അത് ചെയ്യാത്തത്? അപ്പോ വളരെ കൃത്യമാണല്ലോ. നക്കണം തൂറണം, നക്കണം തൂറണം, മുക്കണം നക്കണം തൂറണം, നക്കണം മുക്കണം തൂറണം. ഇത് മാത്രമാണ് വിജയന്റെ ആത്യന്തികമായിട്ടുള്ള ഒരേ ഒരു എയിം, ലക്ഷ്യമെന്ന് പറയുന്നത്. അത് മാത്ര നക്കുക മുക്കുക തൂറുക, മുക്കുക നക്കുക തൂറുക. ഇതെങ്ങനെ പറഞ്ഞാലും ഇതൊരു സൈക്കിളാ. മനസ്സിലായില്ലേ? മുക്കുക, മുക്കിയാല് പിന്നെ നക്കുക, നക്കിയ പിന്നെ തൂറുക. കാരണം എന്താ? തൂറിയാലേ അടുത്ത് മുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇതിങ്ങനെ ഒരു സൈക്കിള് പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്നല്ലാതെ ദുരന്തബാധിതരെ പറ്റിച്ച് 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 ദുരന്തബാധിതരെ മാത്രമാണ് പറ്റിക്കുന്നത്. ഇപ്പൊ 1-ാം തീയതി താക്കോല് കൊടുത്ത എന്തിനാ? ഏത് 1-ാം തീയതി? മാർച്ച് 1-ന്, ഏപ്രിൽ 1-നല്ല, മാർച്ച് 1-ന് എന്തിനാ താക്കോല് കൊടുത്തേ? കേരളത്തിലെ പൊതുസമൂഹത്തിനെ പറ്റിക്കാൻ, ഈ പണം കൊടുത്ത ആളുകളെ പറ്റിക്കാൻ, കേരളത്തിന്റെ പൊതുജനതയെ പറ്റിക്കാൻ, ഈ ജനതയെ പറ്റിക്കാൻ, അവരുടെ കണ്ണിൽ പൊടിയിടാൻ. കാരണം തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പൊ അതിന് മുൻപ് താക്കോലൊക്കെ കൊടുത്ത്, അയ്യോ ഞങ്ങൾ താക്കോല് കൊടുത്ത്. ഇപ്പൊ താക്കോലും കൊടുത്തിട്ടില്ല എന്നാ പറയുന്നത്. ഇപ്പൊ എന്താ പിന്നെ കൊടുത്തത്? കോടികൾ ചെലവാക്കിയിട്ട് അതും ഒരാളെങ്കിലാണോ? വലിയ ഉദ്ഘാടന മഹാമാങ്കം എത്ര കോടി ചെലവാക്കി? ഉദ്ഘാടനം നടത്താൻ വേണ്ടി മാത്രം എത്ര കോടികളാ ചെലവാക്കിയത്? അപ്പോ ഒരു കാര്യം വ്യക്തമാണല്ലോ. ഇപ്പൊ നിങ്ങൾ ദൃശ്യങ്ങളടക്കം കണ്ടല്ലോ, വെറുതെ പറയുന്നതല്ലല്ലോ, വളരെ കൃത്യമായിട്ട് ദൃശ്യങ്ങളടക്കം കണ്ടല്ലോ. അപ്പോ ഏതുപോലെയാ മരുമോൻ റിയാസും പാലമുണ്ടാക്കി നക്കി മുക്കി നക്കുകയായിരുന്നു. വിജയൻ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക. നക്കുന്നതിന് അത് എങ്ങനെ അങ്ങോട്ട് അണ്ണാക്ക് കൂടെ അങ്ങോട്ട് ഇറങ്ങും? ഈ നക്കല് എങ്ങനെയാ അണ്ണാക്ക് കൂടെ ഇറങ്ങുന്നത്? ഇതിങ്ങനെ വായിലേക്ക് പോകുമ്പോൾ ഓർമ്മ വരൂലേ? അവിടെ തകർന്നു, അവിടെ വിള്ളൽ വീണു, അവിടെ തകർന്ന് വീണു. ഇത് ഓർമ്മയിലേക്ക് വരൂലേ ഇതിങ്ങനെ കൊണ്ടുപോകുമ്പോ? അതും ആ പാവങ്ങൾ ദുരന്തബാധിതരെന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പറയുന്ന ഞാനാവട്ടെ, കേൾക്കുന്ന നിങ്ങളാവട്ടെ, ഒരു ദിവസം രാവിലെ അന്ന് രാത്രി കിടക്കുമ്പോൾ ഇട്ട ആ ഡ്രസ്സ് മാത്രമല്ലാതെ ബാക്കി ഒന്നും കയ്യിലില്ലാത്ത ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ആ ദുരന്തം കണ്ടിട്ട് വിറങ്ങലിച്ച് പോയ മലയാളി 800 കോടിയാ കൊടുത്തത് CMDRFിലേക്ക്. ഈ പൊതുസമൂഹത്തിനൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു അല്ലേ? ആ ജനതയെ കൈപിടിച്ചുയർത്തണമെന്നുള്ള വാശിയായിരുന്നു ഈ ജനതക്ക്. എന്നിട്ട് ആ പണവും വിനിയോഗിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, അതിലും കൈയിട്ട് വാരുന്ന വിജയൻ.
ഇനിയിപ്പോൾ അതിൽ കൈയിട്ട് വാരി എന്ന് മാത്രമല്ലല്ലോ, ഇപ്പം ഉണ്ടാക്കിയ വീടിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ദൃശ്യങ്ങൾ അടക്കമല്ലേ നിങ്ങൾ കാണുന്നത്? ഇനി ഇതും ആണെന്ന് ഗോവിന്ദൻ പറയോ? എന്തേ വിജയൻ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്താത്തത്? തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ പുട്ടിൽ തേങ്ങടും പോലെ വാർത്താ സമ്മേളനം നടത്തിയ വിജയൻ എന്തേ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുന്നത്? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണല്ലോ, പറ്റിക്കല് അതായിരുന്നല്ലോ. ഞാനിങ്ങനെ ആലോചിക്കുക, ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ പറയുന്ന നറുക്കെടുപ്പിൻ്റെ ദിവസം ഫേസ് 1 178 വീടുകൾ കൊടുക്കാൻ വേണ്ടി, ഉപഭോക്താക്കളെ കണ്ടെത്താൻ വേണ്ടി നറുക്കെടുത്ത ദിവസം വയനാട് ജില്ലാ കലക്ടർ സ്റ്റേജിലിരുന്ന് കരയേയിരുന്ന്. ആ കണ്ണീരൊക്കെ ഈ പാവങ്ങളെ പറ്റിച്ച കണ്ണീരാ അല്ലേ? ജില്ലാ കളക്ടർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഈ പാവങ്ങളെ പറ്റിക്കുകയാണെന്ന്. അത് മനസ്സിലാക്കിയിട്ട് കരഞ്ഞതാ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1-ാം തീയതി മാർച്ച് 1 താക്കോല് കൊടുക്കുന്നു. ഏപ്രിൽ 17 കയറിക്കിടക്കാൻ പറ്റുന്നില്ല. ഇനി മഴ പെയ്താലും കയറിക്കിടക്കാൻ പറ്റും തോന്നില്ല. ഇനി കയറിക്കിടന്നാലും ഉള്ളിൽ കിടക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ല. കാരണം ഒരു സൈഡ് പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്ത് ധൈര്യത്തിലാണ് ആ ദുരന്തബാധിതർ അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കേണ്ടത്? ഒരു ദുരന്തം കണ്ണുകൊണ്ട് കണ്ട് ബാക്കിയായ ആളുകൾ, ഈ നേത്രങ്ങൾ കൊണ്ട് കണ്ട് ബാക്കിയായ ആളുകൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ ഇനി എന്ത് ധൈര്യത്തിൽ കയറി കിടക്കും? ഇങ്ങനെയാണോ ഉണ്ടാക്കേണ്ടത്? അപ്പോൾ ഒരു കാര്യം ഉറപ്പല്ലേ, വിജയന് ലക്ഷ്യം ഒന്ന് മാത്രമേ ഉണ്ടായുള്ളൂ, ആ പാവങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജീവിതം ഉണ്ടാക്കുക എന്നല്ലായിരുന്നില്ല. മറിച്ച് തനിക്ക് നക്കണം തൂറണം മുക്കണം, നക്കണം തൂറണം, മുക്കണം തൂറണം. ഇത് മാത്രമായിരുന്നില്ല ലക്ഷ്യം. അതല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് പോലും വിജയൻ എന്താ പറഞ്ഞ? വിഷുവിൻ്റെ മുൻപ്. എന്ത് വിഷു? ഏത് വർഷത്തെ വിഷു? ഏത് വിഷുവാ വിജയൻ പറഞ്ഞത്? ഇനി അടുത്ത വർഷത്തെ വിഷു എന്നാണോ പറഞ്ഞത്? വിജയാ, കണക്ക് പറയേണ്ടി വരും. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലെ ഇതിനൊക്കെ ചേർത്തുള്ള കണക്ക് പറയേണ്ടി വരും. ആ കാര്യത്തിൽ ഒരു സംശയവും വിജയന് വേണ്ട.